ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 സോഷ്യോളജിയിൽ ഈ ഡിസംബർ എക്സാമിന് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കുള്ളതൊരു 11 ചാപ്റ്റേഴ്സ് ആണല്ലേ. അപ്പോൾ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് ഓണം എക്സാമിന് ശേഷമുള്ള ഭാഗങ്ങൾക്കാണ്. മറ്റേത് പഠിക്കേണ്ട എന്നല്ല പറയുന്നത്, മറ്റേതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. എന്നാലും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് ഓണം എക്സാമിന് ശേഷമുള്ള പോർഷൻസ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ പുതുതായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കേട്ടോ. ഓക്കെ അല്ലേ? നമുക്ക് എന്തായാലും ചാപ്റ്ററിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ ചാപ്റ്റർ വൈസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചാപ്റ്റർ 1 ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ള പാഠഭാഗം വളരെ എളുപ്പമാണ്. നമ്മൾ പ്ലസ് വൺ സോഷ്യോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററിനോട് ഏകദേശം സിമിലാരിറ്റി അല്ലെങ്കിൽ ഒരു സാമ്യതയുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ഹൂ സ്റ്റഡീഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സണൽ പ്രോബ്ലം ആൻഡ് സോഷ്യൽ പ്രോബ്ലം, അതായത് സ്വകാര്യ ബുദ്ധിമുട്ടുകളും സാമൂഹ്യ പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിച്ച അമേരിക്കൻ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ ആരാണ് എന്നുള്ളത് നമുക്കറിയാലോ. സി റൈറ്റ് മില്ല് അല്ലേ. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. സെൽഫ് റിഫ്ലെക്സിവിറ്റി അല്ലെങ്കിൽ ആത്മപ്രതിഫലനം, സ്വയം പ്രതിഫലനം. അതെന്താണ്? നമ്മളെന്താണ് മറ്റുള്ളവർ നമ്മളെങ്ങനെ വീക്ഷിക്കുന്നു എന്ന് പുറമേ നിന്ന് സ്വയം വീക്ഷിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക? ആത്മപ്രതിഫലനം അല്ലെങ്കിൽ സ്വയം പ്രതിഫലനം എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ അല്ലേ അത്? അപ്പം മൂന്നാമത്തെ നോക്കാം. സോഷ്യൽ മാപ്പ് ആൻഡ് ജിയോഗ്രഫിക് മാപ്പ്, അതായത് സാമൂഹിക ഭൂപടവും ഭൂമിശാസ്ത്രപരമായ ഭൂപടവും തമ്മിലുള്ള വ്യത്യാസം. സാമൂഹിക ഭൂപടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ എന്തുണ്ട്? ഒരു സ്ഥാനം ഉണ്ടല്ലേ. അപ്പോൾ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളുടെയും സ്ഥാനം നിർണ്ണയിക്കുന്നതാണ്. അതിന് അങ്ങനെ പറയുന്ന പേരാണ് എന്ത്? സോഷ്യൽ മാപ്പ് അല്ലെങ്കിൽ സാമൂഹിക ഭൂപടം. ഓരോ വ്യക്തിയുടെയും സ്ഥാനം നിർണ്ണയിക്കുന്ന ഭൂപടം എന്നുള്ളത്. അപ്പോൾ ജിയോഗ്രഫിക് മാപ്പ് അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ ഭൂപടം എന്തിനുള്ളതാണ്? സ്ഥല നിർണ്ണയത്തിന് അല്ലേ. സ്ഥലങ്ങൾ നിർണ്ണയിക്കുന്നത് എവിടെയാണെന്ന് കണ്ടെത്താനാണ് എന്ത്? ഭൂമിശാസ്ത്രപരമായ ഭൂപടം. ഇത്രയേ ഉള്ളൂ അത്. അപ്പോൾ ക്ലിയർ അല്ലേ ഈ ഒരു ചാപ്റ്റർ? ഓക്കെ അല്ലേ? അപ്പോൾ ചാപ്റ്റർ 2 നോക്കാം. ദ ഡെമോഗ്രഫിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ള പാഠഭാഗമാണ്. മലയാളം വേണമെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ജനസംഖ്യാശാസ്ത്ര ഘടന എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ നോക്കാം. സ്റ്റഡി ഓഫ് ബർത്ത്, ഡെത്ത്, മൈഗ്രേഷൻ ആൻഡ് മാരേജ്, അതായത് ജനനം, മരണം, കുടിയേറ്റം, വിവാഹം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന വിഷയം ഏതാണ്? ഫോർമൽ ഡെമോഗ്രഫി അല്ലെങ്കിൽ എന്താണ്? ഔപചാരിക ജനസംഖ്യാശാസ്ത്രം. ഓക്കെ അല്ലേ ഇത്? അപ്പോൾ അടുത്ത് നോക്കാം നമുക്ക്. ദ ഡിസെനിയൽ സെൻസസ് വു സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ എന്നാണ് എന്നുള്ളത്. എന്നാണ് ഇന്ത്യയിൽ ദശവാർഷിക സെൻസസ് ആരംഭിച്ചത്? 1881 കേട്ടോ. അതിനുശേഷം നമ്മൾ എല്ലാ 10 വർഷം കൂടുമ്പോൾ എന്ത് നടത്തും? സെൻസസ് നടത്തും. അപ്പോൾ കഴിഞ്ഞപ്പോൾ എന്നാവും നടന്നിട്ടുണ്ടാവുക? 2021. ഓക്കെ അല്ലേ? ഓക്കെ, 2022 അത് നടത്തിയത്, കാരണം കൊറോണ കാരണമാണ് കേട്ടോ. പക്ഷേ 2021 സെൻസസ് എന്ന് തന്നെയാണ് അറിയപ്പെടുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഹൂ റോട്ട് ആൻ എസ്സേ ഓൺ പോപ്പുലേഷൻ, ജനസംഖ്യയെക്കുറിച്ചുള്ള ഒരു പ്രബന്ധം എഴുതിയത് ആരാണ് എന്നുള്ളതാണ്. ആ പ്രബന്ധം എഴുതിയത് തോമസ് മാൽത്യൂസ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ അത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ പോപ്പുലേഷൻ തിയറീസ്, ജനസംഖ്യാ സിദ്ധാന്തങ്ങൾ വിശദീകരിക്കുക. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ 2 സിദ്ധാന്തമാണ് പഠിക്കുന്നത് അല്ലേ. ജനസംഖ്യയെ സംബന്ധിച്ച 2 സിദ്ധാന്തം. ഒന്നെന്താണ്? നമ്മുടെ തോമസ് റോബർട്ട് മാൽത്തൂസിൻ്റെയും രണ്ടാമത്തെ നമ്മളെ കിങ്സ്ലി ഡേവിസിൻ്റെയും ആ കാര്യങ്ങൾ. അപ്പോൾ അത് കൃത്യമായിട്ട് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ആ ഒരെണ്ണം പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് +2 സോഷ്യോളജി നമ്മളിതുവരെ ഇട്ടിട്ടില്ല. നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. വളരെ എളുപ്പമാണ് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ, മാർക്ക് സ്കോർ ചെയ്യാനും അതുപോലെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളൊന്നും വിട്ട് കളയാതെ തന്നെ ആൻസർ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തത് നോക്കാം. വാട്ട് ആർ ദ റീസൺ ഫോർ ലോ സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലിംഗാനുപാതം കുറയാനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ കാരണങ്ങൾ ഒരു പോയിന്റ് ആക്കിയിട്ട് എഴുതിയാൽ മതിയാവും. സോഷ്യോളജി എപ്പോഴും നിങ്ങൾ പോയിന്റ് എഴുതുന്നതാണ് നല്ലത് കേട്ടോ. പോയിന്റ് വൈസ് എഴുതിയാലാണ് കുറച്ചും കൂടെ ഒരു ഉചിതമായിട്ട് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാരണമായിട്ട് പറയാം, ഗർഭധാരണ കാലത്തെ ആരോഗ്യസ്ഥിതി എന്താണ്? സ്ത്രീകൾ വഷളാവും, അതുകൊണ്ടാണ് സ്ത്രീകളുടെ മരണം കൂടുമെന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാം സ്ത്രീകളോടുള്ള സമീപനം. അപ്പോൾ മൂന്നാമതായിട്ട് നമുക്ക് പറയാം പെൺകുട്ടികൾ വേണ്ട എന്നുള്ളൊരു തീരുമാനം, അതായത് ഭ്രൂണഹത്യ എന്ന് പറയുന്നത്. പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൊല്ലുന്ന ഒരു കേസ് കേട്ടോ. അപ്പോൾ അടുത്തത് നോക്കാം. തെറ്റായ മതപ്രചാരണങ്ങൾ, അതുപോലെ ശിശുഹത്യ, പെൺകുട്ടികളെ കൊല്ലുന്നത്, അതുപോലെ മാതൃമരണ നിരക്കൊക്കെ എന്താണ്? സ്ത്രീകൾ കുറയാനുള്ള കാരണമാവുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ പോപ്പുലേഷൻ പോളിസി ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ജനസംഖ്യാ നയം വിശദമാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതെന്നാ ഇന്ത്യൻ ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്? 1952 മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ജനന നിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അന്നത്തെ ജനന നിരക്ക് എന്താണ്? കുറയുകയും ചെയ്തു കേട്ടോ. ഇതിന് ശേഷം 20.2 എന്താണ്? ജനന നിരക്ക് കുറഞ്ഞു എന്നുള്ളതാണ്. ആദ്യം എന്തായിരുന്നു? 23.8 ആയിരുന്നു, അത് 20 കുറഞ്ഞു. അപ്പോൾ എന്താണ്? പോപ്പുലേഷൻ പോളിസി കൊണ്ട് കാര്യമുണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. എൻ്റെ നേട്ടങ്ങളൊക്കെ എഴുതണേ. അടുത്ത നോക്കാം. എന്തായാലും നിങ്ങൾ മാർക്ക് അനുസരിച്ചിട്ട് ആൻസർ ചെയ്യുക. എത്ര മാർക്കിനാണോ ചോദിച്ചത് അതിനനുസരിച്ചുള്ള പോയിന്റ് എഴുതാം കേട്ടോ.
ചാപ്റ്റർ 3 നോക്കാം, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് എന്നുള്ള പാഠഭാഗം കേട്ടോ. അപ്പൊ ആദ്യത്തെ കൊടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ അല്ല, അതായത് മാച്ച് ദ ഫോളോയിങ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലുള്ള വരുന്നതാണ്. അത് ഞാൻ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്, ഞാൻ പറഞ്ഞു പോവാം കേട്ടോ. ഒന്നാമത്തത് ജ്യോതിറാവു ഫുലെ, 2 സാവിത്രിബായി ഫുലെ, ശ്രീനാരായണ ഗുരു, MN ശ്രീനിവാസ്, പെരിയാർ. അപ്പോൾ ആ പാഠത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകളാണ്, വ്യക്തികളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ജ്യോതിറാവു ഫുലെ എന്താണ് കോൺട്രിബ്യൂഷൻ എന്നുള്ളത്. എന്താണ് സത്യശോധക് സമാജ്. സത്യശോധക് സമാജ് എന്ന് കേട്ടാൽ ആരെന്നെ ഓർമ്മ വരണം? ജ്യോതിറാവു ഫുലെ. ആരുടെ ഹസ്ബൻഡാണ്? സാവിത്രിബായി ഫുലെയുടെ കേട്ടോ. അപ്പോൾ സാവിത്രിബായി ഫുലെ എന്താണ് സ്ഥാപിച്ചത്? എന്താണ് പൂനെയിൽ എന്താണ് പെൺകുട്ടികൾക്ക് വേണ്ടി ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് ആരാണ്? നമ്മുടെ സാവിത്രിബായി ഫുലെയാണ് കേട്ടോ. അടുത്ത നോക്കാം ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചതാണ് ശ്രീനാരായണ ഗുരു കേട്ടോ. അടുത്ത ആൾ നോക്കാം, MN ശ്രീനിവാസ്. 2 കൺസെപ്റ്റാണ് ഉള്ളത്. എന്തൊക്കെയാണ്? സംസ്കൃതവൽക്കരണം. ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണില്ല കേട്ടോ. MN ശ്രീനിവാസന്റെ സംസ്കൃതവൽക്കരണം, സാൻസ്ക്രിറ്റൈസേഷൻ, അതുപോലെ തന്നെ ഡോമിനന്റ് കാസ്റ്റ്, പ്രബലജാതി. MN ശ്രീനിവാസ് സംസ്കൃതവൽക്കരണം, പ്രബലജാതി, അത് അങ്ങോട്ട് പഠിച്ചു വെക്കുക. സാൻസ്ക്രിറ്റൈസേഷൻ, ഡോമിനന്റ് കാസ്റ്റ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അടുത്ത് നോക്കാം പെരിയാർ. പെരിയാറിൻ്റെ എന്താണ്? സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻ്റ് ആണ്, സ്വാഭിമാന പ്രസ്ഥാനം കേട്ടോ. അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വാട്ട് വർ ദ റീസൺസ് ഫോർ ദ ചേഞ്ച് ഇൻ കാസ്റ്റ് സിസ്റ്റം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ജാതി വ്യവസ്ഥയിൽ വന്ന മാറ്റത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് പറയാം. ഒന്നെന്താണ്? റിസർവേഷൻ സമ്പ്രദായം, റിസർവേഷൻ കൊണ്ടുവന്നു എന്നുള്ളത്. എന്താണ് റിസർവേഷൻ സംവരണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അടുത്ത് നോക്കാം എന്താണ്? വ്യവസായവൽക്കരണം. എന്താ? അടുത്ത് നോക്കാം നഗരവൽക്കരണം. എന്താ ക്വസ്റ്റ്യൻ എന്താ നിങ്ങൾ നോക്കുക. സ്വാതന്ത്ര്യത്തിന് ശേഷം ജാതി വ്യവസ്ഥയിൽ വന്ന മാറ്റത്തിന്റെ കാരണങ്ങളാണ്. ജാതി വ്യവസ്ഥയിൽ കുറേ മാറ്റങ്ങൾ വന്നു, അതിനുള്ള കാരണങ്ങളായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ റിസർവേഷൻ സിസ്റ്റം, അതായത് നമ്മളെ സംവരണം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? താഴെ കിടക്കുന്നവർ എന്താണ് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്തല്ലേ. അടുത്ത ഒരു കാരണമായിരുന്നു വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, അതുപോലെ ഉന്നത വിദ്യാഭ്യാസമൊക്കെ കൊടുത്തതും, അതുപോലെ രാഷ്ട്രീയ രംഗത്തെയും സാംസ്കാരിക രംഗത്തേക്ക് മാറ്റങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൽ എഴുതേണ്ടത്. പോയിന്റ് ആക്കിയിട്ട് എഴുതാം കേട്ടോ. മാർക്കിനനുസരിച്ച് നിങ്ങളിത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതും കൂടെ ചെയ്യണം. നിങ്ങളൊരു കാര്യം ചെയ്യുക, എന്തായാലും ഞാൻ ഈ ചാപ്റ്റർ വൈസ് എടുത്തു പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് എന്താണ് ക്യാച്ച് ചെയ്യാനും കഴിയും. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ എടുക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റും ഒപ്പം വെക്കുകയാണെങ്കിൽ ആ പോർഷൻ, ഞാൻ ഏത് പോർഷനാണോ പറയുന്നത് ആ പോർഷൻ നിങ്ങൾ നോക്കുക, ടെക്സ്റ്റിൽ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ് ടെക്സ്റ്റിനായിട്ടൊരു ബന്ധം വരും, നിങ്ങൾക്ക് എവിടെ എത്തി എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത്യാവശ്യം പെട്ടെന്ന് സ്പീഡിൽ തന്നെ നിങ്ങൾ എന്താണ് കവർ ചെയ്ത് പോകാനും കഴിയും കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രൈബ്സ്, ഗോത്രങ്ങളുടെ വർഗ്ഗീകരണം ഏവ എന്നുള്ളത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു? 2 നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്ന് പെർമനന്റ് ട്രേറ്റ്സും, ഒന്ന് എന്താണ് അക്വേർഡ് ട്രേറ്റ്സും. സ്ഥിര സവിശേഷതയും ആർജിത സവിശേഷതയും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം കേട്ടോ. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം, വാട്ട് ആർ ദ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫാമിലി, കുടുംബത്തിന്റെ വിവിധ തലങ്ങൾ എന്തെല്ലാം. അപ്പോൾ ഒന്നാമതായിട്ട് അംഗങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് കുറച്ച് അംഗങ്ങൾ, ഒരു 4 പേര്, ഒരു അച്ഛനും അമ്മയും അതുപോലെ തന്നെ അവരെ മക്കളും മാത്രം അടങ്ങുന്ന എന്താണ് അണുകുടുംബമാണ്. അല്ലെങ്കിൽ 2ലേറെ തലമുറകൾ ഒന്നിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ എന്ത് നമ്മൾ പറയും? കൂട്ടുകുടുംബം, ജോയിന്റ് ഫാമിലിയും ന്യൂക്ലിയർ ഫാമിലിയും. ക്ലിയർ അല്ലേ? അടുത്തത് നമുക്ക് നോക്കാം വാസസ്ഥലത്തെ അടിസ്ഥാനമാക്കിയിട്ട്. അതായത് വിവാഹം കഴിഞ്ഞ വധുവും വരനും വരൻ്റെ വീട്ടിൽ നിൽക്കുന്നതിന് നമ്മൾ എന്ത് പറയും? എന്താ പറയുക? പാട്രി ലോക്കൽ ഫാമിലി, പിതൃസ്ഥാനീയ കുടുംബം എന്നും, വധുവിൻ്റെ വീട്ടിലാണെങ്കിൽ മാട്രി ലോക്കൽ, അതായത് മാതൃസ്ഥാനീയം എന്നും നമ്മൾ പറയും. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമുക്ക് നോക്കാം പൈതൃകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സ്വത്ത് കൈമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2ആക്കി തിരിക്കാം നമുക്ക്. ഒന്നാമതാണ് എന്ത്? മാതൃദായകം എന്ന് പറയുന്നത്. മാതൃദായകം എന്താ? അതായത് സ്ത്രീകളിലൂടെയാണ് സ്വത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്നതെങ്കിൽ. അപ്പോൾ മാട്രി ലീനിയൽ, പിതാവിലൂടെ, അതായത് പുരുഷന്മാരിലൂടെ ആണെങ്കിൽ എന്ത് നമ്മൾ പറയും? പിതൃദായകം, പാട്രി ലീനിയൽ എന്നും പറയും. ഓക്കെ അല്ലേ? അത് അടുത്ത് നമുക്ക് നോക്കാം അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മേധാവിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ പിതാവാണ് അധികാരമെങ്കിൽ നമ്മൾ എന്ത് പറയും? പാട്രി യാർക്കൽ ഫാമിലി. മാതാവാണെങ്കിൽ മാട്രി ആർക്കൽ ഫാമിലി എന്നും, അതായത് മാതൃമേധാവിത്വ കുടുംബം, പിതൃമേധാവിത്വ കുടുംബം. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ ഈ ഒരു പാഠം? അപ്പോൾ ഇത്രയും നമുക്ക് ഈ ഒരു പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളൂ. അടുത്ത ചാപ്റ്റർ നോക്കാം, ചാപ്റ്റർ 4, ദ മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കാം, ഹൂ ഫോംഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻവിസിബിൾ ഹാൻഡ്, അതായത് അദൃശ്യകരം എന്ന ആശയം മുന്നോട്ട് വെച്ചതാരാ? ആദം സ്മിത്ത്. ആദം സ്മിത്ത് ആരാണ്? നമ്മുടെ എക്കണോമിക്സിന്റെ പിതാവാണല്ലേ. ആദം സ്മിത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രബന്ധം അല്ലെങ്കിൽ കൃതിയാണ് എന്ത്? വെൽത്ത് ഓഫ് നേഷൻ. 2ാമത്തെ ചോദ്യം അതാണ് കേട്ടോ. വെൽത്ത് ഓഫ് നേഷൻ ആരുടെയാണ് എന്നുള്ളത് ആദം സ്മിത്തിന്റെ ആണ് കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം, ഇൻവിസിബിൾ ഹാൻഡ് എന്തായിരുന്നു? അദൃശ്യകരം. അതായത് മാർക്കറ്റിൽ ഒരാളുടെ ലാഭത്തിന് വേണ്ടിയിട്ട് അയാൾ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? എല്ലാവർക്കും ജനറൽ വെൽഫെയർ ആയിട്ട് മാറുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അദൃശ്യകരം അല്ലെങ്കിൽ ഇൻവിസിബിൾ ഹാൻഡ്. അതായത് മൊത്തം ജനങ്ങൾക്കും അത് ഉപകാരപ്പെടുക എന്നുള്ളൊരു കൺസെപ്റ്റ്. ഒരാളുടെ കാര്യത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യം മൊത്തം ജനങ്ങൾക്കും എന്താണ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇൻവിസിബിൾ ഹാൻഡ് ആണ് കേട്ടോ. അപ്പോൾ അദൃശ്യകരം എന്നാണ് നമ്മളതിനെ പറയുന്നത്.
ക്ലിയർ അല്ലേ? അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആന്ത്രോപോളജിസ്റ്റ് ഹൂ സ്റ്റഡീഡ് ദ വില്ലേജ് ഓഫ് ദൊരൈ, അതായത് ദൊരൈ ഗ്രാമത്തെക്കുറിച്ച് എന്താണ് പഠനം നടത്തിയ നരവംശ ശാസ്ത്രജ്ഞൻ ആരാണ് എന്നുള്ളത്. ആരാണ്? ആൽഫ്രഡ് ഗെല്ലാണ് കേട്ടോ. ആൽഫ്രഡ് ഗെല്ല് മാറരുതേ. അപ്പോൾ നാലാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ട്രൈബൽ ഗ്രൂപ്പ് വാസ് ഇൻവോൾവ്ഡ് ഇൻ ദ ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് ഓഫ് സോൾട്ട്, അതായത് ഉപ്പിന്റെ ദൂരദേശ വ്യാപാരം നടത്തിയിരുന്ന ഗോത്ര വിഭാഗം ഏതാണ് എന്നുള്ളത്. ഏതായിരുന്നു? ബഞ്ചാരാസ് കേട്ടോ, ബഞ്ചാരാസ്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്തത് നോക്കാം. അഞ്ചാമത്തെയാണ്. വാട്ട് വേർ ദ ചേഞ്ചസ് ഇൻ ദ മാർക്കറ്റ് എക്കണോമിക് സിസ്റ്റം ഡ്യൂ ടു കൊളോണിയലിസം, അതായത് കൊളോണിയലിസം മൂലം വിപണി സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് വല്ലാണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ട, അതായത് വൺ വേർഡ് ആയിരിക്കും കൂടുതൽ വരെ കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കൊളോണിയലിസം മൂലം വിപണി സമ്പദ് വ്യവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? പോയിന്റ് ആക്കി എഴുതാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റായിട്ട് നമുക്ക് എന്ത് പറയാം? ഇന്ത്യയിലെ കൈത്തറി വ്യവസായം എന്താണ്? തകർന്നു എന്നുള്ളത്. പരമ്പരാഗതമായ നമ്മളെ കരകൗശല വ്യവസായം എന്താണ്? തകർന്നു എന്നുള്ളത്. അടുത്ത് നോക്കാം. ഇന്ത്യ ലോക മുതലാളിത്ത വ്യവസ്ഥയുമായി കൂടുതൽ ബന്ധപ്പെടാൻ തുടങ്ങി എന്നുള്ളത്. ക്യാപിറ്റലിസത്തിനുമായിട്ട് എന്താണ്? കൂടുതൽ ബന്ധപ്പെടാൻ തുടങ്ങി എന്നുള്ളതും. മൂന്നാമതായി ഇന്ത്യ എന്താണ്? മുതലാളിത്ത വ്യവസ്ഥയുടെ ഒരു മാർക്കറ്റായിട്ട് അല്ലെങ്കിൽ വിപണിയായിട്ട് മാറുകയാണ് ഉണ്ടായത്. അതായത് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ബ്രിട്ടീഷുകാർ എന്താണ്? നമ്മളെ ഹാൻഡിക്രാഫ്റ്റ്, അതായത് കരകൗശലം കുറച്ച് വില കൂടിയതാണ്. അവരെന്താണ്? മെഷീൻ മെയ്ഡ്, അതായത് ഹാൻഡ് മെയ്ഡ് അല്ല, മെഷീൻ മെയ്ഡ് വസ്തുക്കൾ എന്താണ്? വില കുറച്ച് കൊടുക്കുകയും അത് വാങ്ങാൻ ആളുകൾ കൂടുകയും ചെയ്തു. അപ്പോൾ അവരുടെ എന്താണ്? വ്യവസായം ഉയർന്നു വരിക. ഇന്ത്യ എന്താണ്? ഒരു മാർക്കറ്റായിട്ട്, അവരുടെ ഒരു മാർക്കറ്റായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് എന്ത്? മാറ്റങ്ങൾ ഉണ്ടായത്. അതുപോലെ പുതിയ വിപണി സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും എന്ത് കാരണമായിട്ടുണ്ട്? നമ്മളെ കൊളോണിയലിസം കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ യൂറോപ്യന്മാർ നമ്മളെ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതൊക്കെ ഇവിടെ എഴുതാട്ടോ. ഓക്കെ അല്ലേ? ഈ ഒരു ചാപ്റ്ററും ഇത്രയേ ഉള്ളൂ. സിമ്പിളാണല്ലേ? അപ്പോൾ നമുക്ക് ചാപ്റ്റർ 5 നോക്കാം. പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇനീക്വാളിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ എന്നുള്ള പാഠഭാഗമാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ക്ലാസിഫൈയിങ് പീപ്പിൾ ഇൻ ടു അൺഈക്വൽ സ്ട്രാറ്റ കോൾഡ്, അതായത് ജനങ്ങളെ അസമമായ പല തട്ടുകൾ ആയി തരംതിരിക്കുന്ന പ്രക്രിയയെ എന്ത് വിളിക്കുന്നു? നിങ്ങൾ +1 മുതൽ പഠിച്ചു തുടങ്ങിയതാണല്ലേ. പല തട്ടുകളായി വിഭജിക്കുന്നു, എങ്ങനെ പഠിച്ചു പോകുമായിരുന്നു അല്ലേ? അതെന്താണ്? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ സാമൂഹ്യ ശ്രേണീകരണം. മറക്കരുതേ, ഇത് നിങ്ങൾക്ക് സോഷ്യോളജിയിൽ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല സൗണ്ട് കേൾക്കാൻ കഴിയും. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ പുറത്താണ് ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കീപ്പിംഗ് ഇൻഡിവിജ്വൽസ് എവേ ഫ്രം ഓൾ ആക്ടിവിറ്റീസ് ഓഫ് സൊസൈറ്റി, അതായത് വ്യക്തികളെ സമൂഹത്തിൻ്റെ എല്ലാ പ്രവർത്തികളിൽ നിന്നും അകറ്റി നിർത്തുന്നതിനെ എന്താ പറയുക എന്നുള്ളത്? സോഷ്യൽ എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ എന്താണ്? സാമൂഹ്യ ബഹിഷ്കരണം. ക്ലിയർ അല്ലേ? നമ്മൾ ചാപ്റ്ററിൻ്റെ പേര് തന്നെ അതാട്ടോ. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ ഫസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിലെ ഒന്നാമത്തെ പിന്നോക്ക വർഗ കമ്മീഷൻ ഏതാണ് എന്നുള്ളത്. ഏതാണ്? കാക്ക കലേക്കർ കമ്മീഷനാണ് ഒന്നാമതായി വരുന്നത്. രണ്ടാമത്തെ കമ്മീഷൻ DP മണ്ഡൽ നേതൃത്വം കൊടുക്കുന്ന മണ്ഡൽ കമ്മീഷനാണ് കേട്ടോ. രണ്ടും മറക്കരുത്, രണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത് നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അബോളിഷ്ഡ് അൺടച്ചബിലിറ്റി, അസ്പൃശ്യത നിർത്തലാക്കിയ ഭരണഘടനാ അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17. അനുച്ഛേദം 17 ആണ് കേട്ടോ. എന്ത് നിർത്തലാക്കിയ? നമ്മുടെ തൊട്ടുകൂടായ്മ, അതാണ് അസ്പൃശ്യത എന്ന് പറയുന്നത്. തൊട്ടുകൂടായ്മ നിർത്തലാക്കിയത് ആർട്ടിക്കിൾ 17 കേട്ടോ. അപ്പൊ അടുത്ത് നോക്കാം. ഗാന്ധിജി, താരാബായ് ഷിൻഡെ, ബീഗം റുക്കിയ, റാനഡെ. അപ്പൊ ഗാന്ധിജിയുടെയാണ് എന്ത്? ഹരിജൻ, അതായത് അടിച്ചമർത്തപ്പെട്ട ആൾക്കാർക്ക്, വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആ ഒരു സംഘത്തിന് എന്താണ്? ഗാന്ധിജി കൊടുത്ത പേരാണ് ഹരിജൻ എന്നുള്ളത്. എന്താ ഹരിജന്റെ അർത്ഥം? ദൈവത്തിന്റെ സ്വന്തം മക്കൾ എന്നാണ് കേട്ടോ. അടുത്ത് നോക്കാം. എന്താ? താരാബായ് ഷിൻഡെ. എന്തായിരുന്നു താരാബായ് ഷിൻഡെയുടെ സ്ത്രീ പുരുഷ തുലന? ഇതൊക്കെ വൺ വേർഡ് ചോദിക്കാനും അതുപോലെ മാച്ച് ദ ഫോളോയിങ് ചോദിക്കാനും സാധ്യതയുള്ളതാണ്. താരാബായ് സ്ത്രീ പുരുഷ തുലനയാണ് കേട്ടോ, ഒരു ബുക്കിന്റെ പേരാണ്. ബീഗം റുക്കിയ എന്തായിരുന്നു? ബീഗം റുക്കിയ വരുന്നത് സുൽത്താനയുടെ സ്വപ്നം, സുൽത്താനാസ് ഡ്രീം ആണ് കേട്ടോ, ബുക്കിന്റെ പേര് തന്നെയാണ് കേട്ടോ. അടുത്ത് റാനഡെ എന്താണ്? ഗോവിന്ദ റാനഡെ എന്ന് പറയുന്നത് വിധവാ വിവാഹത്തിനെ പ്രൊമോട്ട് ചെയ്തിരുന്ന ആളായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What are the measures taken by the state and political organizations against caste and tribe discrimination? അതായത് ജാതി ഗോത്ര വിവേചനത്തിനെതിരെ രാഷ്ട്രവും രാഷ്ട്രീയ സംഘടനകളും എടുത്ത നടപടികൾ എന്തെല്ലാം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതും പോയിന്റ് ആക്കി എഴുതിയാൽ മതി. നിങ്ങൾ എന്താ എസ്സേ ആണ് ചോദിച്ചതെങ്കിൽ അതെന്താണ്? പോയിന്റ് എഴുതുക, അതായത് ഒരു പോയിന്റ് എഴുതുക, അതിനെ വിശദീകരിച്ച് എഴുതുക. ആ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താണ്? ഒരു 6 പോയിന്റ് മിനിമം എന്തായാലും എഴുതണം. അപ്പൊ അതെന്താണ്? അതിനെ മാർക്ക് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഓക്കെ, അതിന്റെ ആൻസർ വരുന്നത് നമുക്ക് പറയാം. ഒന്നാമതായിട്ട് എന്താണ്?
ഒന്ന് സംവരണം കൊടുത്തത്, രാഷ്ട്രത്തിന്റെ നടപടികൾ ആദ്യം പറയാം നമുക്ക്. സംവരണം കൊടുത്തത്, അതുപോലെ എന്താണ് ഭരണഘടനയിലെ വ്യവസ്ഥകൾ, നിയമനിർമ്മാണം, അതായത് 1950 വന്ന നിയമം, 80 വന്ന നിയമം, അതുപോലെ 2006 വന്ന നിയമം, അതുപോലെ തൊട്ടുകൂടായ്മ നിരോധനമൊക്കെ എന്താണ് ഈ അടിച്ചമർത്തലുകളിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ വേണ്ടി വന്ന നിയമങ്ങളാണ്. അപ്പൊ അടുത്തത് നമുക്ക് നോക്കാം രാഷ്ട്രീയതര പ്രവർത്തനങ്ങൾ, അതായത് രാഷ്ട്രത്തിന്റെ അല്ലാതെ നോൺ പൊളിറ്റിക്കൽ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നുള്ളത്. ഒന്നെന്താണ് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പോരാട്ടങ്ങൾ, രാജാറാം മോഹൻ റോയിനെ പോലുള്ളവർ എന്താണ് പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ ദളിത് പ്രസ്ഥാനങ്ങൾ, അവർക്ക് വേണ്ടി വോയിസ് റേസ് ചെയ്യാൻ വന്നതാണ്, അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ വന്നതാണ് ദളിത് പ്രസ്ഥാനങ്ങൾ. അതുപോലെ സാഹിത്യരംഗത്തെ സംഭാവനകളൊക്കെ എന്താണ് രാഷ്ട്രീയതര പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിലും. എളുപ്പല്ലേ 5ാമത്തെ പാഠം? ഓക്കെ അല്ലേ? അടുത്ത പാഠത്തിലേക്ക് പോയാലും നമുക്ക്. അപ്പോൾ ചാപ്റ്റർ 6 നോക്കാം, ദ ചാലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഹു വാസ് ദ ചെയർമാൻ ഓഫ് 1953 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ? അതായത് 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ചെയർമാൻ ആരാണ് എന്നുള്ളത്. ആരായിരുന്നു? ഫസൽ അലിയാണ് കേട്ടോ, ഫസൽ അലിയായിരുന്നു. രണ്ടാമത്തെ ചോദ്യം എന്താ? വാട്ട് ഈസ് ദ വയലൻസ് ബേസ്ഡ് ഓൺ റിലീജിയസ് ഐഡന്റിറ്റി? മതപരമായ സ്വത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള അക്രമോത്സുക സങ്കുചിതത്തെ എന്ത് പറയുന്നു? എന്താ പറയാ? വർഗീയത, കമ്മ്യൂണലിസം. കമ്മ്യൂണിസം അല്ല കേട്ടോ, കമ്മ്യൂണലിസം ആണ്. പലരും അത് തെറ്റിച്ചൊക്കെ എഴുതാറുണ്ട്. കമ്മ്യൂണലിസം അല്ല, കമ്മ്യൂണലിസം. കമ്മ്യൂണലിസം വർഗീയതയാണ് കേട്ടോ. ഓക്കെ അല്ലേ? മൂന്നാമത്തെ ചോദ്യം നോക്കാം. ബിയോണ്ട് ദ പ്രൈവറ്റ് സ്ഫിയർ ഓഫ് ദി ഫാമിലി ഇസ് എ റിയൽ ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് ആൻഡ് ദ മാർക്കറ്റ്? അതായത് കുടുംബത്തിന്റെ സ്വകാര്യ മണ്ഡലത്തിന് അപ്പുറം, രാഷ്ട്രത്തിനും വിപണിക്കും പുറത്തുമുള്ള ഒരു മേഖലയെ നമ്മൾ എന്താ പറയാ? പൗരസമൂഹം, സിവിൽ സൊസൈറ്റി എന്ന് പറയാം. അതായത് കുടുംബത്തിൽ നിന്നും അതെന്താ നമുക്ക് കുടുംബത്തിനെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളും അതുപോലെ രാഷ്ട്രത്തെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളും ചെയ്യുന്ന ഒരു എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് എന്ത്? പൗരസമൂഹം, സിവിൽ സൊസൈറ്റി. നമ്മൾ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ സിവിൽ സൊസൈറ്റി. ഓക്കെ അല്ലേ? അപ്പൊ അടുത്തത് സിവിൽ സൊസൈറ്റി, പൗരസമൂഹം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? BR അംബേദ്കർ. നമുക്കറിയാലേ. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. സിഗ്നിഫിക്കൻസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റി ഐഡന്റിറ്റി, സാമുദായിക സ്വത്വത്തിന്റെ പ്രാധാന്യം സവിശേഷതയും വിശദീകരിക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പ്രാധാന്യം എന്താന്ന് പറയാം? സാമുദായിക സ്വത്ത് എന്താണ്? ഒരു വ്യക്തിയുടെ ആത്മബോധം, കാഴ്ചപ്പാട്, ലക്ഷ്യങ്ങൾ, അഭിലാഷം എന്നിവയെല്ലാം എന്താണ് എന്തിന്റെ ഭാഗമായിട്ട്? നമ്മുടെ ഐഡന്റിറ്റിയുടെ, കമ്മ്യൂണിറ്റി ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മൾ ജീവിച്ച ചുറ്റുപാടുകൾക്ക് അനുസരിച്ചിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും. എന്തായാലും നമ്മുടെ ആത്മബോധം, കാഴ്ചപ്പാട്, ലക്ഷ്യങ്ങൾ, അതുപോലെ നമ്മുടെ ആസ്പിറേഷൻ, അഭിലാഷങ്ങളൊക്കെ അതിനനുസരിച്ചിരിക്കും എന്നുള്ളതാണ്. സ്വത്വബോധം വളരുന്നതിന് എന്താണ്? സാമൂഹ്യ വൽക്കരണം. ഇതൊക്കെ എങ്ങനെ വരാം? സാമൂഹ്യ വൽക്കരണത്തിലൂടെ, സോഷ്യലൈസേഷനിലൂടെയാണ് എന്ത് വരിക? ഈ കാര്യങ്ങളൊക്കെ വരിക അല്ലെ? നമ്മളിതൊക്കെ പഠിച്ച സോഷ്യലൈസേഷൻ ഏജന്റ് ആരൊക്കെയായിരുന്നു? കുടുംബം, വിദ്യാലയം, ഫ്രണ്ട്സ് ഒക്കെ അതിനുള്ള ഏജന്റ് ആണല്ലേ. ഓക്കെ. അപ്പൊ അടുത്ത നോക്കാം. വ്യക്തികളിൽ ആത്മബോധം സൃഷ്ടിക്കുന്നതും ഭാഷയും സാംസ്കാരിക മൂല്യങ്ങളൊക്കെ പകർന്നു തരുന്നത് ആരാണ്? നമ്മുടെ സമുദായമാണ്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി സമൂഹത്തിനെ അറിയുന്നത് എങ്ങനെയാണ്? കമ്മ്യൂണിറ്റിയിലൂടെയാണ് അല്ലെ. ഇങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? സാമുദായിക സ്വത്വം രൂപം കൊള്ളുന്നത്. അങ്ങനെ എന്താണ്? ജനനാണ് ഇതിന്റെ അടിസ്ഥാനം എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അതുപോലെ ഇതെന്താണ്? സാർവത്രികമാണ്, യൂണിവേഴ്സലാണ്. ലോകത്തെ എല്ലായിടത്തും ഇതുണ്ട് എന്നുള്ളതും. അപ്പൊ ഇത്രയൊക്കെയാണ് അതിൽ പറയാനുള്ളത്. അപ്പൊ അടുത്തത് നോക്കാം. കമ്മ്യൂണലിസം, അതുപോലെ സെക്യുലറിസം, വർഗീയത എന്താ എന്നും അതുപോലെ മതേതരത്വം എന്താ എന്നുള്ളതും. വർഗീയത അത് നമുക്ക് നോക്കാം. അതായത് കമ്മ്യൂണലിസം എന്താണ് എന്നുള്ളത്. അതായത് മതപരമായ സ്വത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള അക്രമോത്സുകമായ സങ്കുചിതത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ? വർഗീയത എന്ന് പറയാം. അതായത് സ്വന്തം മതത്തെ ശ്രേഷ്ഠമായും മറ്റു മതത്തെ എന്താണ് അധമമായും, അതായത് മറ്റു മതം എന്താണ് താഴ്ന്നതാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടുമാണ് എന്ത് സൃഷ്ടിക്കുന്നത്? ഈ കമ്മ്യൂണലിസം അല്ലെങ്കിൽ വർഗീയത സൃഷ്ടിക്കുന്നത്. ആ ഒരു മനോഭാവമാണ് കേട്ടോ അത്. അടുത്ത് മതനിരപേക്ഷത അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറയുന്നത് എന്താ? വർഗീയതയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? മതേതരത്വം എന്ന് പറയുന്നത്. മതേതരത്വം എന്താണ്? മതത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാതെ എല്ലാ മതത്തെയും എന്താണ് ഒരുപോലെയൊക്കെ കാണുന്നത് ഒരു പാശ്ചാത്യ ആശയമാണ് ഇത്. അപ്പൊ അത്രയേ ഉള്ളൂ അത് എന്ന് പറയുന്നത്. അതായത് മതേതരത്വം, വർഗീയതയും. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് സിവിൽ സൊസൈറ്റി? പൗരസമൂഹം എന്നാൽ എന്ത്? നമ്മൾ പറഞ്ഞു എന്താണ്? രാഷ്ട്രത്തിനും വിപണിക്കും പുറത്തുള്ള വ്യക്തികൾ എന്താണ്? സ്വമേധയാ അല്ലെങ്കിൽ രൂപീകരിക്കുന്ന സ്ഥാപനങ്ങളും സംഘടനകളുമാണ് എന്ത്? പൗരസമൂഹം എന്ന് വിളിക്കുന്നത്. അതായത് സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ കക്ഷികൾ, ഗവൺമെന്റ് ഇതര സംഘടനകൾ, NGOs പോലുള്ള, പിന്നെ അതുപോലെ തന്നെ മതസംഘടനകളൊക്കെ എന്താണ് ഇതിൽ പെടുന്നതാണ്? എന്തില്? പൗരസമൂഹത്തിൽ പെടുന്നത്. ലാഭം പ്രതീക്ഷിക്കാതെ ചെയ്യുന്നതായിരിക്കും ഈ സംഘടന എന്ന് പറയുന്നത്. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് രൂപം കൊടുക്കുന്നത്, ഷെയർഡ് ഇൻട്രസ്റ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കാം എന്നുള്ളതും. അതായത് ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനമൊന്നും നമുക്ക് പറ്റിയില്ലെങ്കിൽ കുടുംബത്തിനെ കൊണ്ട് മാത്രം എന്താണ് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്താ പറയുക? സംഘടനകൾ രൂപീകരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതാണ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അടുത്ത നോക്കാം. എന്താണ് പ്രാദേശികവാദം? റീജിയണൽ ആസ്പിറേഷൻ. നിങ്ങളിത് പൊളിറ്റിക്സിൽ നന്നായിട്ട് പഠിക്കുന്നതാണ്. ഒരു ചാപ്റ്റർ തന്നെ റീജിയണൽ ആസ്പിറേഷൻ ആണല്ലേ.
ഓക്കെ, അപ്പൊ എന്താ നമുക്ക് നോക്കാം. ഇന്ത്യ എന്താണ്? ഡൈവേഴ്സ് സൊസൈറ്റിയാണ്. ഇന്ത്യയിൽ എന്താണ്? വൈവിധ്യം നിറഞ്ഞതാണ്. പല ഭാഷകൾ സംസാരിക്കുന്ന, സംസ്കാരങ്ങളുള്ള, ഗോത്രങ്ങൾ, മതങ്ങളെല്ലാം ഉള്ള ഒരു ആളുകൾ എന്താണ് ഒരുമിച്ച് താമസിക്കുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പ്രാദേശികവാദം ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് സ്വന്തം പ്രദേശത്തെ എന്താണ് വലുതായി കാണുകയും ഇഷ്ടം കാണുകയും അതുപോലെ മറ്റു പ്രദേശത്തോട് വെറുപ്പുമുള്ള ഒരു അവസ്ഥയാണ് എന്ത് സൃഷ്ടിക്കുന്നത്? പ്രാദേശികവാദം സൃഷ്ടിക്കുന്നത്. അതായത് പ്രാദേശികമായി തങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെന്നും തങ്ങൾ അവഗണിക്കപ്പെടുകയാണെന്നും ചൂഷണപ്പെടുകയാണെന്നും എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താണ്? പ്രാദേശികവാദം ഉയർന്നു വരും. നമുക്ക് എന്താണ്, അതായത് നമ്മുടെ പ്രദേശം, പിന്നെ അത് വിഘടനവാദത്തിലേക്കൊക്കെ നയിക്കും. എന്താണ്, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റേറ്റ് വേണം എന്നുള്ളത്, അതൊക്കെയാണ് പറയുന്നത് ഈ പ്രാദേശിക വിഘടനവാദം. അതുപോലെ രൂപീകരിച്ചതാണ് പ്രാദേശികവാദം ആയിരുന്നു. ഒരു എക്സാമ്പിൾ പറയാം, പോട്ടി ശ്രീരാമലു. എന്താണ് അവരുടെ ഭാഷയെ അടിസ്ഥാനമാക്കി സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞത്, തെലുങ്ക് സംസാരിക്കുന്നവർക്ക് പ്രത്യേക സംസ്ഥാനം വേണമെന്ന് പറഞ്ഞതൊക്കെ പ്രാദേശികവാദം ഉയർന്നു വന്നതിന്റെ ശേഷമാണ്. അപ്പൊ അതൊക്കെയാണ് അതിൽ പറയാനുള്ളത്. അപ്പോൾ അടുത്തത് നോക്കാം. ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ, എളുപ്പല്ലേ? അടുത്ത ചാപ്റ്റർ നോക്കാം. 7ാമത്തെ ചാപ്റ്റർ ഇല്ല, അതായത് 7ാമത്തെ ചാപ്റ്ററിന് കാര്യമായിട്ടൊന്നും വരില്ല, അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. 8ാമത്തെ ചാപ്റ്റർ നോക്കാം. സ്ട്രക്ചറൽ ചേഞ്ച് എന്നുള്ളതാണ്. അപ്പൊ ഘടനാപരമായ മാറ്റാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The change in Indian society and culture as a result of 150 years of British rule is called dash. അതായത് 150 വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഫലമായി ഇന്ത്യൻ സമൂഹത്തിലും സംസ്കാരത്തിലും ഉണ്ടായ മാറ്റത്തെ എന്ത് പറയുന്നു എന്നുള്ളത് പാശ്ചാത്യവൽക്കരണം, അതായത് വെസ്റ്റേണൈസേഷൻ എന്നാണ് പറയാ കേട്ടോ. 2ാമത്തെ ചോദ്യം നോക്കാം. അതായത് മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കുന്നതാണ്. രാജാറാം മോഹൻ റോയ് എന്താണ്? ബ്രഹ്മസമാജം, ബംഗാളാണ് കേട്ടോ. അടുത്തത് നോക്കാം. സ്വാമി ദയാനന്ദ സരസ്വതി എന്താ? ആര്യ സമാജം, പഞ്ചാബ് ആണ് കേട്ടോ. റാനഡെ എന്താ? പ്രാർത്ഥനാ സമാജം. സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്താണ്? അലിഗഡ് പ്രസ്ഥാനാണ് കേട്ടോ. ജഹനാര ഷാനവാസ് എന്താണ് ബഹുഭാരതത്തെയും അതുപോലെ തന്നെ എന്താണ് പർദ സിസ്റ്റത്തെയും എതിർത്തിരുന്ന ആളാണ് കേട്ടോ. ജ്യോതിബ ഫുലെ എന്താണ്? പൂനെയില് പെൺകുട്ടികൾക്ക് വേണ്ടി ആദ്യമായി സ്കൂള് ആരംഭിച്ച വ്യക്തിയാണ്. ക്ലിയർ അല്ലേ ഇത്? അപ്പൊ 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ 3 ലെവൽസ് ഓഫ് ചേഞ്ചസ് ഇൻ കൊളോണിയൽ ഇന്ത്യ അക്കോർഡിംഗ് ടു സോഷ്യോളജിസ്റ്റ് സതീഷ് സബർവാൾ. അതായത് സതീഷ് സബർവാൾ എന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞന്റെ അഭിപ്രായത്തിൽ കൊളോണിയൽ ഇന്ത്യയിൽ മാറ്റങ്ങളുടെ 3 തലങ്ങൾ വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 3 തലങ്ങൾ ഏതൊക്കെയാണ്? വിനിമയ രീതിയിൽ വന്ന മാറ്റങ്ങൾ, അതാണ് നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക, അച്ചടി യന്ത്രം അതുപോലെ തന്നെ ടെലഗ്രാഫ് ഒക്കെ ഉപയോഗിക്കുന്നത്. 2ാമതായി സംഘടനാ രൂപങ്ങൾ, ബ്രഹ്മസമാജം, ആര്യസമാജം ഒക്കെ അതിനുള്ള ഉദാഹരണങ്ങളാണ്. 3ാമതായി ആശയങ്ങളുടെ പ്രകൃതം എന്നുള്ളത്, അതായത് സ്ത്രീകൾക്ക് വേണ്ടി സ്കൂളൊക്കെ തുടങ്ങുന്നുണ്ട് ആര്? ജ്യോതിബ ഫുലെ എന്നുള്ളത്. അപ്പൊ നമുക്കറിയാലോ അല്ലെ. അപ്പൊ അതൊക്കെയാണ് എന്ത് നമ്മുടെ സതീഷ് സബർവാളിന്റെ അഭിപ്രായത്തിൽ വന്ന 3 തലങ്ങൾ, കൊളോണിയൽ ഇന്ത്യയിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് 3 തലങ്ങളാണെന്ന് പറഞ്ഞല്ലോ. ആ 3 തലങ്ങൾ എന്താണ്? വിനിമയ രീതിയിൽ, അതുപോലെ സംഘടനാ രൂപങ്ങൾ, 3 എന്താണ്? ആശയങ്ങളുടെ പ്രകൃതം എന്നുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ 4ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് സാൻസ്ക്രിറ്റൈസേഷൻ? അതായത് സംസ്കൃതവൽക്കരണം എന്നാൽ എന്ത് എന്നുള്ളതാണ്. ആരുടെ ആശയമാണിത്? MN ശ്രീനിവാസന്റെ അല്ലെ. നമുക്ക് അത് മറക്കരുത്, നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. MN ശ്രീനിവാസന്റെ ആശയമാണ് സംസ്കൃതവൽക്കരണം, അതുപോലെ തന്നെ പ്രബല ജാതി കേട്ടോ. അപ്പൊ സംസ്കൃതവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? താഴ്ന്ന ജാതിയിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരോ എന്താണ് ഉയർന്ന ജാതിക്കാരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിതശൈലിയും എന്താണ് സ്വീകരിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയാ സംസ്കൃതവൽക്കരണം. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ ഉയർന്ന ജാതിക്കാരെ അനുകരിക്കുന്ന പ്രക്രിയയാണ് എന്ത് സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് കുറെ എന്താണ് വിമർശനങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്, അതും എഴുതണം. അതായത് സംസ്കൃതവൽക്കരണം എന്താണ് സാമൂഹ്യ ചലനാത്മകയെ പെരുപ്പിച്ച് കാണിച്ചു എന്നുള്ളത്. അതുപോലെ ഈ സംസ്കൃതവൽക്കരണം എന്നുള്ള കൺസെപ്റ്റ് ഉയർന്ന ജാതിക്കാരെ എന്താണ് ഉയർന്ന ജാതിക്കാരുടെ ജീവിത രീതിയൊക്കെയാണ് ഉയർന്നത് എന്നും അതുപോലെ താഴ്ന്ന ജാതിയിലുള്ളവരുടെ ജീവിത രീതി ഒന്നും കൊള്ളില്ല എന്നുള്ള ഒരു കാര്യമൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിമർശനം അവർ നേരിട്ടിട്ടുണ്ട്, ഈ ഒരു തിയറി നേരിട്ടിട്ടുണ്ട്. അതുപോലെ അസമത്വം, ബഹിഷ്കരണം എന്നിവയിൽ എന്താണ് അധിഷ്ഠിതമായിട്ടുള്ള ഒരു മാതൃകയൊക്കെ ന്യായീകരിക്കുന്ന ഒരു തിയറി ആയിട്ടാണ് എന്ത് സംസ്കൃതവൽക്കരണത്തെ കാണപ്പെട്ടിരുന്നത് കേട്ടോ. അതുപോലെ ഈ ഒരു സംസ്കൃതവൽക്കരണം ആ ഒരു തിയറി കാരണം എന്താണ് ദളിത് സംസ്കാരത്തിന്റെയും സമൂഹത്തിന്റെയും സവിശേഷതകളെല്ലാം നശിപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു വിമർശനം ആ ഒരു തിയറി നേരിട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിൽ പറയാനുള്ളത്. അടുത്ത് നോക്കാം വെസ്റ്റേണൈസേഷൻ, മോഡേണൈസേഷൻ. പാശ്ചാത്യവൽക്കരണം എന്താണെന്നും ആധുനികവൽക്കരണം എന്താണെന്നും. പാശ്ചാത്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ് പാശ്ചാത്യ സംസ്കാരവുമായും ബ്രിട്ടീഷുകാരുമായും ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്ന സമ്പർക്കത്തിന്റെ ഫലമായിട്ട് എന്തുണ്ടായി രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ. അതായത് നമ്മൾ ജീൻസ് ഉപയോഗിക്കാം, ജീൻസ് എന്നുള്ള വസ്ത്രം എന്താണ് നമ്മളുടെ അല്ല, അത് അവരുടെയാണ്. അതുപോലെ തന്നെ ഫോർമൽസ്, കോട്ടും സ്യൂട്ടൊക്കെ ഉള്ളത് അതൊക്കെ എന്താണ് ബ്രിട്ടീഷുകാരുടെ വസ്ത്രമായിരുന്നു, അത് നമ്മൾ അനുകരിക്കാൻ തുടങ്ങി. പാശ്ചാത്യവൽക്കരണം അതാണ് കേട്ടോ. MN ശ്രീനിവാസന്റെ ആശയം തന്നെയാണിത്. പാശ്ചാത്യവൽക്കരണം എന്ന് പറഞ്ഞാൽ അവരുമായിട്ടുള്ള സമ്പർക്കത്തിന്റെ ഫലമായിട്ട് രാജ്യത്തുണ്ടായ മാറ്റങ്ങളെയാണ് പറയുന്നത്. അടുത്ത് നോക്കാം മോഡേണൈസേഷൻ അല്ലെങ്കിൽ ആധുനികവൽക്കരണം എന്ന് പറയുന്നത്. അതായത് 20ാം നൂറ്റാണ്ടിൽ സ്വീകരിച്ച സാങ്കേതിക വിദ്യയിലെയും ഉൽപാദന പ്രക്രിയയിലെയും പുരോഗതിയെ ആധുനികവൽക്കരണം എന്ന് പറയുന്നുണ്ട്. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ മോഡേൺ രീതിയിലേക്ക് മാറുന്നതിനെയാണ് ഈ പറയുന്നത് കേട്ടോ.
അതുപോലെ നമ്മൾ പറയുന്നുണ്ട് പരമ്പരാഗത സമൂഹങ്ങളിൽ നിന്ന് പരിഷ്കൃത സമൂഹങ്ങളിലേക്കുള്ള പരിവർത്തനത്തെയും ആധുനികവൽക്കരണം എന്ന് വിളിക്കാറുണ്ട്. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും. നമുക്ക് ചാപ്റ്റർ 10 പെട്ടെന്ന് തന്നെ നോക്കാം അല്ലേ? ഓക്കെ, ചാപ്റ്റർ 10 നോക്കാം. ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി, അതായത് എന്താ പറയുന്നത്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കഥയാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ, അതായത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് എന്നുള്ളത്. എന്നായിരുന്നു നമുക്കറിയാം, 1950 ജനുവരി 26 കേട്ടോ. അടുത്ത് നോക്കാം. ഹു കെയിം അപ്പ് വിത്ത് ദ ഐഡിയ ഓഫ് ഗ്രാമസ്വരാജ്യം, ഗ്രാമസ്വരാജ് എന്നുള്ള ആശയം കൊണ്ടുവന്നത് ആരാ? നമ്മുടെ ഗാന്ധിജിയാണ് അല്ലേ? ഓക്കെ, അടുത്ത് നോക്കാം. ദ ഡാഷ് അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോൺ ആസ് നഗരപാലിക, ഭരണഘടനയുടെ ഏത് ഭേദഗതിയാണ് നഗരപാലിക സംവിധാനം എന്നറിയപ്പെടുന്നത്? 74 കേട്ടോ നഗരപാലിക. അടുത്ത് നോക്കാം. വാട്ട് ആർ ദ കോർ വാല്യൂസ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി, അതായത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കേന്ദ്ര മൂല്യങ്ങൾ എന്തെല്ലാം എന്നുള്ളത്. അപ്പൊ നമുക്കത് പോയിന്റ് ആക്കിയിട്ട് തന്നെ നോക്കാം. ഒന്നാമത്തെ കേന്ദ്ര മൂല്യമാണ് എന്ത്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ളത്. രണ്ടാമതായിട്ട് പറയാം, അഭിപ്രായ പ്രകടനത്തിനും സംഘടനയ്ക്കും എന്താണ്? സമ്മേളനത്തിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് പറയാം മതസ്വാതന്ത്ര്യവും അതുപോലെ തന്നെ മതപരമായ നിഷ്പക്ഷതയും. നാലാമതായിട്ട് പറയാം പ്രായപൂർത്തി, വോട്ടവകാശം. 5 സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു കേന്ദ്ര മൂല്യത്തിൽ ഒന്നാണ്. അതായത് 14 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് എന്താണ്? നിർബന്ധിതവും സൗജന്യവുമായ എഡ്യൂക്കേഷനാണ് ഭരണഘടന നൽകുന്ന അവകാശം കേട്ടോ. അപ്പൊ അടുത്ത നോക്കാം. ജനാധിപത്യം, നീതി, പരമാധികാരം, സോഷ്യലിസം, റിപ്പബ്ലിക്, അതുപോലെ തന്നെ ഇക്വാളിറ്റി ഒക്കെ എന്തിന്റെ ഭാഗമാണ്? നമ്മുടെ ഭരണഘടനയുടെ കേന്ദ്ര മൂല്യത്തിന്റെ ഭാഗമാണ്. ക്ലിയർ അല്ലേ? ഇത്രയാണ് അതിൽ എഴുതണ്ടേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ പഞ്ചായത്തി രാജ് സിസ്റ്റം, പഞ്ചായത്തി രാജ് സംവിധാനം വിശദമാക്കാനും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വരുന്നത് 73ാം ഭേദഗതിയിലൂടെയാണ്. അത് വരുന്നത് 1992 കേട്ടോ. ഇതിൽ എന്ത് പറയുന്നുണ്ട്? 3 തലങ്ങൾ, പഞ്ചായത്തിന്റെ 3 തലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അതുപോലെ തന്നെ പഞ്ചായത്തി രാജ് സിസ്റ്റം എന്താണ്? ഗ്രാസ് റൂട്ട് ലെവൽ ഡെമോക്രസിയാണ്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ എന്താണ് സ്വരാജ് കൺസെപ്റ്റ് ഒക്കെ വരുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഗാന്ധിജി എന്താ പറയുന്നത്? ഗാന്ധിജി പറയുന്നത് ഗ്രാമങ്ങൾക്കാണ് പ്രാധാന്യം, വില്ലേജ് ആണ്. അതായത് വികസനം ഇന്ത്യയിൽ കൊണ്ടുവരണമെങ്കിൽ അത് ഗ്രാമത്തിൽ നിന്ന് തുടങ്ങണം എന്നെല്ലാം പറയുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പൊ അടുത്ത് നോക്കാം. ന്യായ പഞ്ചായത്ത് എന്താണെന്നും വാൻ പഞ്ചായത്ത് എന്താണെന്നും. ന്യായ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ സിവിൽ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നവയാണ് എന്ത്? ന്യായ പഞ്ചായത്ത് എന്ന് പറയുന്നത്. അവയ്ക്ക് എന്താണ്? പിഴ ചുമത്താനും കഴിയും. അതുപോലെ എന്താണ്? ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. പിഴ ചുമത്താൻ മാത്രമേ കഴിയുള്ളൂ, ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. അതുപോലെ ഇതിൽ മെയിനായിട്ട് വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഗാർഹിക പീഡനം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. വ്യക്തി തർക്കങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കുക, സ്ത്രീധനത്തിന്റെ പേരിലുള്ള ചൂഷണമൊക്കെ തീർപ്പാക്കുക എന്നുള്ളതാണ് ഈ ന്യായ പഞ്ചായത്തിന്റെ കാര്യം. ന്യായ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ സിവിൽ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പഞ്ചായത്തിനെയാണ് നമ്മൾ ന്യായ പഞ്ചായത്ത് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് നോക്കാം. വാൻ പഞ്ചായത്ത് എന്നുള്ളത് അതായത് സ്ത്രീകൾ ആരംഭിച്ചതാണ്. ഉത്തരാഖണ്ഡിലാണ് മെയിൻ ആയിട്ട് പറയുന്നത്. വനനശീകരണത്തിനെതിരെ ഉത്തരാഖണ്ഡിൽ സ്ത്രീകൾ ആരംഭിച്ചതാണിത്. അതുപോലെ ഈ വാൻ പഞ്ചായത്തിന്റെ പ്രത്യേകതയാണ് അവരെന്താണ്? ചെടി തൈകളും വൃക്ഷത്തൈകളും ഒക്കെ നട്ടു വളർത്തി അതുപോലെ നിയമവിരുദ്ധമായി മരം മുറിക്കൽ തടയുന്നതിനൊക്കെ വേണ്ടി സ്ത്രീകൾ വനങ്ങൾക്ക് കാവലിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സംഭവമാണ് എന്തും വാൻ പഞ്ചായത്ത് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തൊരു കാര്യം നോക്കാം. 7ാമത്തതാണ് പ്രഷർ ഗ്രൂപ്പ് അല്ലെങ്കിൽ സമ്മർദ്ദ സംഘങ്ങൾ എന്നുള്ളത്. സമ്മർദ്ദ സംഘങ്ങൾ എന്താ പറയുന്നത്? ഈ ഒരു സംഘത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് തോന്നലുണ്ടാകുമ്പോൾ എന്താണ്? ചില ഗ്രൂപ്പുകൾ എന്താണ്? ബദൽ പാർട്ടികൾ രൂപീകരിക്കുകയും അതുപോലെ ഗവൺമെന്റിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ഗവൺമെന്റ് പ്രഷർ കൊടുക്കും അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഗ്രൂപ്പുകളെ നമ്മൾ എന്തെന്ന് പറയും? സംഘങ്ങളെ നമ്മൾ സമ്മർദ്ദ ഗ്രൂപ്പുകൾ എന്ന് അറിയപ്പെടുന്നു എന്ന് പറയും കേട്ടോ. അതായത് പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയും. അവരെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ, ഗവൺമെന്റിന് പ്രഷർ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. 10ാമത്തെ ചാപ്റ്റർ നമ്മളിവിടെ തീർത്തു. അപ്പോൾ 11ാമത്തെ ചാപ്റ്റർ നമുക്ക് നോക്കാം. ചാപ്റ്റർ 11 ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ റൂറൽ സൊസൈറ്റി, ഗ്രാമീണ സമൂഹത്തിലെ മാറ്റവും വികസനവും കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു വിച്ച് സിസ്റ്റം ദ ആക്ച്വൽ കൾട്ടിവേറ്റർ ഹാസ് ടു പേ ദ ടാക്സ്, അതായത് ഏത് സമ്പ്രദായം അനുസരിച്ചാണ് യഥാർത്ഥ കൃഷിക്കാരാണ് നികുതി അടയ്ക്കേണ്ടത് എന്നുള്ളത്. ഏതായിരുന്നു? നമുക്കറിയാലേ, റിയോട്ട് വാരി സിസ്റ്റം അല്ലേ. ഓക്കെ, അടുത്ത നോക്കാം. വാട്ട് ഈസ് ബെഗാർ സിസ്റ്റം, ബെഗാർ സമ്പ്രദായം എന്താണ് എന്നുള്ളത്. എന്തായിരുന്നു ബെഗാർ സിസ്റ്റം? അപ്പൊ നമുക്കറിയാം ബെഗാർ സംവിധാനം എന്ന് പറഞ്ഞാല് എന്താണ്? നിർബന്ധിത വേല ചെയ്യിപ്പിക്കുന്നതാണ് അല്ലെ ബെഗാർ സംവിധാനം എന്ന് പറഞ്ഞാല്. അപ്പൊ നമുക്ക് നോക്കാം. ബെഗാർ സംവിധാനം എന്ന് പറഞ്ഞാല് താഴ്ന്ന ജാതികളിൽപ്പെട്ടവർ എന്താണ്? വർഷത്തിൽ ചില നിശ്ചിത ദിവസങ്ങളിൽ ഗ്രാമത്തിലെ സമീന്ദാർക്ക് വേണ്ടി എന്താണ്? സൗജന്യമായി പണിയെടുക്കണം. ഇത് നിർബന്ധിതമാണ് കേട്ടോ. പണിയെടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതിനുള്ള എക്സാമ്പിൾ ആണ് നമുക്ക് എന്ത് പറയാം? അടിമവേല സമ്പ്രദായത്തിന് എക്സാമ്പിൾ ആയിരുന്നു ഗുജറാത്തിലെ ഹൽപാത്തി സിസ്റ്റവും കർണാടകയിലെ ജീത്ത സിസ്റ്റം ഒക്കെ ഇതിനുള്ള എക്സാമ്പിൾ ആണ് ബെഗാർ സിസ്റ്റം. ബെഗാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സൗജന്യമായിട്ട് എന്താണ്? വലിയ വലിയ ആൾക്കാർക്ക് എന്താണ്? ഇവര് താഴ്ന്ന തട്ടിലുള്ളവർ എന്താണ്? അടിമപ്പണി ചെയ്യണം എന്നുള്ളത്, സൗജന്യ വേല ചെയ്യണം എന്നുള്ളത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3rd ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വർ ദ ലാൻഡ് റിഫോംസ് ഡ്യൂറിംഗ് കൊളോണിയൽ പീരീഡ്, കൊളോണിയൽ കാലഘട്ടത്തിലെ ഭൂപരിഷ്കരണങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്.
അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമതായിരുന്നു എന്ത്? ജമീന്ദാരി സിസ്റ്റം. അതായത് ജമീന്ദാർമാർ എന്താണ്? കർഷകരിൽ നിന്നൊരു നിശ്ചിത തുക പിരിച്ചെടുത്ത് നികുതിയായി ഗവൺമെന്റിന് നൽകണമെന്ന വ്യവസ്ഥയാണ് എന്ത്? ജമീന്ദാരി സിസ്റ്റം. ഈ ജമീന്ദാരി സിസ്റ്റം എന്താണ്? ഇടനിലക്കാരൻ ഉള്ളതാണ് കേട്ടോ. ഇടനിലക്കാരനായിട്ട് നിൽക്കുന്നത് കർഷകന്റെയും ഗവൺമെന്റിന്റെയും ഇടയിൽ ഇടനിലക്കാരനായിട്ട് നിൽക്കുന്നത് ജമീന്ദാരാണ് കേട്ടോ. അപ്പൊ അടുത്ത് അവർ വന്ന കാലഘട്ടത്തിലെ ഒരു ഭൂപരിഷ്കരണമാണ് ജമീന്ദാരി സിസ്റ്റം. രണ്ടാമത്തതാണ് റിയോട്ട്വാരി സംവിധാനം അല്ലെങ്കിൽ സിസ്റ്റം എന്നുള്ളത്. കർഷകർ നേരിട്ട് ഗവൺമെന്റിന് നികുതി അടയ്ക്കുന്ന സംവിധാനത്തെ നമ്മൾ എന്ത് പറയും? റിയോട്ട്വാരി സിസ്റ്റം എന്നുള്ളത് കേട്ടോ. അപ്പൊ അടുത്ത നോക്കാം. വാട്ട് വർ ദ ലാൻഡ് റിഫോംസ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ? അതായത് സ്വതന്ത്ര ഇന്ത്യയിലെ ഭൂപരിഷ്കാരങ്ങൾ എന്തെല്ലാം എന്നുള്ളത് നമ്മള് കൊളോണിയൽ കാലഘട്ടത്തിൽ പറഞ്ഞു. ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ നോക്കാം. ഒന്നാമതാണ് എന്ത്? ജമീന്ദാരി സംവിധാനം എന്താണ്? നിർത്തലാക്കി, ഇടനിലക്കാരനെ ഒഴിവാക്കി. അടുത്ത നോക്കാം. എന്താണ് രണ്ടാമത്തേതായിട്ട് പറയുന്നത്? കുടിയായ്മ അവസാനിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന നിയമങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതും. മൂന്നാമതായി ഭൂപരിധി നിയമങ്ങൾ, ലാൻഡ് സീലിംഗ് ആക്ട്. അതായത് ഒരു വ്യക്തിക്ക് കൈവശം വെക്കാനുള്ള ഭൂമിയുടെ പരിധി നിശ്ചയിക്കലാണ് എന്ത്? മൂന്നാമതായി വന്ന മാറ്റം കേട്ടോ. അപ്പൊ അടുത്ത് നോക്കാം. വാട്ട് ഈസ് ബിനാമി ട്രാൻസ്ഫർ? ബിനാമി കൈമാറ്റം എന്നാൽ എന്ത്? അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വ്യക്തിക്ക് എന്താണ് ഭൂമി കൈവശം വെക്കാനുള്ള പരിധി നിശ്ചയിച്ചു എന്നുള്ളത്. അപ്പൊ രാജാക്കന്മാരുടെ കയ്യിലൊക്കെ അന്ന് എന്താണ് നന്നായിട്ട് ഭൂമിയുണ്ട്. അപ്പൊ അവരെന്താ ചെയ്ത് എന്ന് നമുക്ക് നോക്കാം. ധാരാളം ഭൂമി കൈവശമുണ്ടായിരുന്ന ഭൂ ഉടമകൾ എന്താണ് തങ്ങളുടെ ഭൂമി ഭൂപരിധി നിയമം മൂലം നഷ്ടപ്പെടാതിരിക്കാൻ അവരെന്ത് ചെയ്തു? അവ ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും കൈമാറി. അതായത് അവരെ വീട്ടിലെ വേല ചെയ്യുന്നവർക്ക് വരെ എന്താണ് അവിടെ വേല ചെയ്യുന്ന അവരെ പണികൾ ചെയ്തിരുന്ന പണിക്കാരുടെ പേരിൽ വരെ എന്താണ് അവര് ഭൂമി എഴുതി വെച്ചു എന്നുള്ളത്. അതെന്തിനു വേണ്ടിയിട്ട്? അവരുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനാണ് എന്ത് എന്ന് പറയാ? ബിനാമി ട്രാൻസ്ഫർ എന്ന് പറയാ കേട്ടോ. അപ്പൊ അടുത്ത നമുക്ക് നോക്കാം. ഡെസ്ക്രൈബ് ദ ഗ്രീൻ റവല്യൂഷൻ ആൻഡ് ഇറ്റ്സ് സോഷ്യൽ ഇമ്പാക്ട്. ഹരിത വിപ്ലവവും അതിന്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങളും വിവരിക്കാനാണ് പറയുന്നത്. ഹരിത വിപ്ലവം എന്തുണ്ടായത്? 1960-70 കാലഘട്ടത്തിൽ എന്താണ് ഇന്ത്യ നേരിട്ട്? ഭക്ഷ്യപ്രതിസന്ധി നേരിട്ടു അല്ലെ? ഇന്ത്യ ഗവൺമെന്റ് ഭക്ഷ്യപ്രതിസന്ധി നേരിട്ടു. നമ്മൾ എന്താണ് ചെയ്തിരുന്നത്? ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പുറം രാജ്യങ്ങളെ ആശ്രയിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ എന്താണ് അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ തുടങ്ങി? ഗ്രീൻ റവല്യൂഷൻ തുടങ്ങി. എന്താണെന്ന് നോക്കാം. അതായത് ജലസേചന സൗകര്യങ്ങൾ ലഭ്യമായ ഗോതമ്പും നെല്ലും വിളയുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് ഹരിത വിപ്ലവം നടപ്പിലാക്കി. അതായത് കൂടുതൽ എന്താണ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ കൃഷിക്ക് അനുയോജ്യമായ പ്രദേശങ്ങളിൽ എന്താണ് ഗവൺമെന്റ് കൂടുതൽ സബ്സിഡി പോലുള്ള കാര്യങ്ങൾ കൊടുക്കുകയും അതുപോലെ നല്ല നല്ല വിത്തുകൾ കൊടുക്കുകയും അതിൽ കുറേ അധികം ആനുകൂല്യങ്ങൾ കൊടുത്തു. അപ്പൊ എന്താണ് കർഷകർ എന്തായാലും ഇൻട്രസ്റ്റോട് കൂടിയിട്ട് കൃഷി ചെയ്യും. അങ്ങനെ സർപ്ലസ് ആയിട്ട് എന്താണ് അവര് ഉണ്ടാക്കുകയും നമ്മൾ എന്താണ് ഈ ഒരു ഭക്ഷ്യപ്രതിസന്ധി മറികടന്നു. എന്തിലൂടെ? നമ്മളെ ഗ്രീൻ റവല്യൂഷൻ. അതിനെയാണ് പറയുക ഗ്രീൻ റവല്യൂഷൻ എന്ന് കേട്ടോ. അപ്പൊ നമ്മള് അത് എന്താണ് സക്സസ് ആയി നമ്മളെ എന്താണ് പ്രതിസന്ധി എല്ലാം മാറി എന്നുള്ളത്. അപ്പൊ അതിന്റെ എന്താണ് നേട്ടങ്ങളും ഉണ്ട്, അതിന് കുറെ പ്രശ്നങ്ങളുണ്ട്. നേട്ടങ്ങളായിട്ട് നമുക്ക് എന്ത് പറയാം? പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതിനാൽ കാർഷിക ഉൽപാദനം എന്താണ് കുത്തനെ വർദ്ധിച്ചു എന്നും ഭക്ഷ്യോൽപാദനത്തിൽ ആദ്യമായി സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതും. പക്ഷെ നേട്ടങ്ങളായിട്ട് ഇത് പറയാം. കോട്ടങ്ങളായിട്ട് കുറെ കാര്യങ്ങൾ, അതായത് നമുക്ക് എന്താണ് ദോഷങ്ങൾ കുറെ ഉണ്ടായിട്ടുണ്ട്. ചെറുകിട കർഷകർക്ക് എന്താണ് ഗുണം ലഭിച്ചില്ല. അതുപോലെ തന്നെ എന്താണ് പുതിയ ഇനം വിത്തുകളും രാസവളങ്ങളൊക്കെ എന്താണ് നമ്മുടെ സമൂഹത്തെ നമ്മളെ എൻവയോൺമെന്റിനെ അതായത് നമ്മളെ പരിസ്ഥിതിനെ ബാധിച്ചു എന്നുള്ളത്. അതുപോലെ എന്താണ് ഇടത്തരം സമ്പന്നരായ കർഷകർക്ക് മാത്രമാണ് ലാഭം ഉണ്ടാക്കാൻ സാധിച്ചത്. അതുപോലെ എന്താണ് ഈ രണ്ട് സമൂഹം, അതായത് നമ്മൾ പറഞ്ഞു ഏറ്റവും നല്ല സ്ഥലങ്ങൾ അനുയോജ്യമായ സ്ഥലങ്ങൾക്ക് മാത്രമാണ് കൂടുതൽ സബ്സിഡിയും കാര്യങ്ങളും ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തേ എന്നുള്ളത്. അപ്പൊ എന്താണ് ഉള്ള പ്രദേശം എന്നും ഇല്ലാത്ത പ്രദേശം എന്നും എങ്ങനെയുള്ള ഒരു ഇന്നീക്വാളിറ്റി സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതുമാണ് എന്ത് ദോഷങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പൊ അടുത്ത നോക്കാം. വാട്ട് ഈസ് സർക്കുലേഷൻ ഓഫ് ലേബർ? തൊഴിൽ ചംക്രമണം എന്നാൽ എന്ത് എന്നുള്ളത്. അതായത് എന്താണ് കർഷക തൊഴിലാളികൾ എന്താണ് കൃഷിയുടെ സീസൺ അനുസരിച്ച് അന്യദേശങ്ങളിലേക്ക് എന്താണ് തൊഴിൽ അന്വേഷിച്ച് കുടിയേറുകയും കൃഷിയുടെ സീസൺ കഴിയുമ്പോൾ എന്താണ് അവർ സ്വന്തം നാട്ടിലേക്ക് എന്താണ് മടങ്ങി വരികയും ചെയ്യും. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയാ സർക്കുലേഷൻ ഓഫ് ലേബർ എന്നുള്ളത്. തൊഴിൽ ചംക്രമണം അതായത് ആവശ്യം കഴിഞ്ഞാൽ അവരെന്താണ് തിരിച്ചു വരും. കൃഷി ചെയ്ത് കഴിഞ്ഞാൽ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരും കേട്ടോ. അപ്പൊ അതാണ് സിമ്പിൾ ആണല്ലേ. അടുത്ത നോക്കാം. വാട്ട് ഈസ് ഫെമിനൈസേഷൻ ഓഫ് അഗ്രികൾച്ചറൽ വർക്ക് ഫോഴ്സ്? എന്താണ് കാർഷിക തൊഴിൽ ശക്തിയുടെ സ്ത്രൈണവൽക്കരണം എന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് പുരുഷന്മാര് അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നതിനാൽ കൃഷി ഉൾപ്പെടെയുള്ള കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ആര് ചെയ്യും? സ്ത്രീകളെ ഏറ്റെടുക്കേണ്ടി വരുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയാ കാർഷിക തൊഴിൽ ശക്തിയുടെ സ്ത്രൈണവൽക്കരണം എന്ന് പറയുന്നത്. ഫെമിനൈസേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ് അല്ലേ? പുരുഷന്മാരില്ലാത്തതുകൊണ്ട് സ്ത്രീകൾ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത് നമ്മുടെ ഡിസംബർ എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. സോഷ്യോളജി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ സോഷ്യോളജി പേടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഞാൻ കമന്റ് കണ്ടു, ആരോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പേടിയാവുന്നു എന്ന്. പേടിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, ഇത്രയും ക്വസ്റ്റ്യൻസ് കാര്യമായിട്ട് ഇരുന്ന് പഠിക്കുക, നിങ്ങൾക്ക് എന്താണ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും എന്നില്ല. അപ്പൊ ആരും പേടിക്കൊന്നും വേണ്ട, പഠിച്ചു തുടങ്ങുകയല്ല, അത്യാവശ്യം നന്നായിട്ട് പഠിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞ് ഇനിയും പഠിക്കാത്തവരുണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ അല്ലേ? എന്തായാലും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാനിവിടെ നിർത്തുകയാണ്. എന്തായാലും താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.